പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ബെൽഫാസ്റ്റിൽ വെച്ച് 30 വയസ്സ് പ്രായമുള്ള ഒരു സുഡാനി, അദ്ദേഹത്തിൻ്റെ പേര് ഹാഡി അലോഡിറ്റ് എന്നു പേരായിട്ടുള്ള ഒരു സുഡാനി റെഫ്യൂജി, ഐറിഷുകാരനായിട്ടുള്ള നോർത്തേൺ അയർലൻഡിൽ താമസിക്കുന്ന ഐറിഷുകാരനായിട്ടുള്ള സ്റ്റീഫൻ ഒജീൽവീസ് എന്ന് പറയുന്ന ആളെ കത്തികൊണ്ട് കുത്തുകയും അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുകയും മുഖത്തിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരായിട്ട് അവിടെ വളരെ ശക്തമായ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു സുഡാനിയാണ്. ആ ആക്രമണത്തിന് ശേഷം അവിടെ റോഡിൻ്റെ സൈഡുകളിലും അതുപോലെ തന്നെ കടകളുടെ ഷട്ടറുകളിലുമൊക്കെ ഇസ്ലാമിക വിരുദ്ധ മുദ്രാവാക്യങ്ങളും എഴുതി വെച്ചുകൊണ്ട് അവിടെ സംഘടിതമായ ആളുകൾ ഇറങ്ങി വണ്ടികൾ കത്തിക്കുകയും അതോടൊപ്പം തന്നെ മൈഗ്രൻസ് താമസിക്കുന്ന കുടിയേറ്റക്കാർ താമസിക്കുന്ന പ്രദേശത്തെ വീടുകൾ കത്തിക്കുകയും ബസ്സുകൾക്ക് തീയിടുകയും അങ്ങനെ ബെൽഫാസ്റ്റ് സിറ്റിയിലേക്കുള്ള മെയിൻ റോഡുകളിൽ പലതും ഭയങ്കരമായ ആക്രമണം നടത്തുകയും പോലീസിന് ഇത് മാനേജ് ചെയ്യാൻ വളരെ പെട്ടെന്നുണ്ടായതുകൊണ്ട് പോലീസിന് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുകയും ചെയ്ത സാഹചര്യം ഉണ്ടാകുകയും അങ്ങനെ വളരെയേറെ പ്രത്യേകിച്ച് മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റി വളരെയേറെ ഭയപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അതിൻ്റെ അനുരണങ്ങൾ ഇപ്പം UK യിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സെൻറ്റ് ജോർജ് ഹാളിന് മുമ്പിൽ, ലിവർപൂൾ സെൻറ്റ് ജോർജ് ഹാളിന് മുമ്പിൽ തടിച്ചുകൂടിയ ആളുകൾ അവിടെ നിന്ന് മാർച്ച് ചെയ്ത് റിച്ച്മണ്ട് ഹോട്ടലിൻ്റെ മുമ്പിലെത്തി. ആ റിച്ച്മണ്ട് ഹോട്ടൽ എന്ന് പറയുന്ന റെഫ്യൂജീസ് താമസിക്കുന്ന സ്ഥലമാണ്. ആ റെഫ്യൂജികളിൽ താമസിക്കുന്ന സെൻഡ് ദം ബാക്ക് എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ അവിടെ ഹോട്ടലിന് മുമ്പിൽ നിൽക്കുകയും അവിടെ ജനലിൻ്റെ ചില്ലുകൾ തകർക്കുകയും ചെയ്തു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. ഈ സാഹചര്യത്തെ ഉപയോഗിക്കാൻ വേണ്ടി ഇവിടുത്തെ റൈറ്റ് വിങ് രാഷ്ട്രീയക്കാർ വളരെ കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. ടോമി റോബിൻസിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ തന്നെ ഈ പറഞ്ഞ ബെൽഫാസ്റ്റിലെത്തി അവിടുത്തെ ആളുകളെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് ഇന്ന് പല സ്ഥലത്തും കണ്ടത്. അതോടൊപ്പം തന്നെ മറ്റ് ഇതര ഈ പറയുന്ന റിഫോം പാർട്ടിയുടെ ആളുകൾ അവരൊക്കെ ഇതിനെ മാക്സിമം ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം ഉൾസ്റ്റർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന നേഴ്സുമാർക്കെതിരെ ആക്രമണം ഉണ്ടായി. അവിടെ 4ഓളം വരുന്ന ഈ മുഖം കവർ ചെയ്ത ആളുകൾ ഈ നേഴ്സുമാരെ ട്രേസ് ചെയ്ത് ആക്രമിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ കെയർ വർക്കേഴ്സായിട്ടുള്ള ആളുകൾ അവിടുന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പം അവിടെ വഴിയിൽ വെച്ച് അവർക്കെതിരെ അവരെ ഭയപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വാർത്തയുണ്ടായിട്ടുണ്ട്. ഇതൊരു ടോട്ടൽ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മൈഗ്രൻസ് താമസിക്കുന്ന സ്ഥലങ്ങളെ മാത്രം ഇവർ ഫോക്കസ് ചെയ്താണ് കൂടുതലും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാര്യം പറഞ്ഞാൽ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റി വളരെയേറെ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റി. അതുകൊണ്ട് അവരെ ഉപദ്രവിക്കരുതെന്ന് അവിടുത്തെ നോർത്തേൺ അയർലൻഡ് മിനിസ്റ്ററും അതോടൊപ്പം തന്നെ അവിടുത്തെ പോലീസും അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയക്കാരും ഒക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഈ സ്റ്റീഫൻ ഒജിൽവിയുടെ കുടുംബം ഇപ്പോൾ 2 പ്രാവശ്യം പുറത്തിറങ്ങി വന്ന് അവർ പറഞ്ഞു ഇതിൻ്റെ പേരിൽ ഇവിടെ വയലൻസ് ഉണ്ടാക്കരുത്, അതുപോലെ തന്നെ നിങ്ങൾ സമാധാനപരമായിട്ട് വേണം ഈ പറയുന്ന പ്രതിഷേധങ്ങൾ നടത്താൻ എന്നൊക്കെ അവർ ആഹ്വാനം ചെയ്തെങ്കിലും അവർ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചെങ്കിലും കലാപം ഇപ്പോഴും നിന്നിട്ടില്ല. അപ്പോൾ ഇവിടെ പല സ്ഥലത്തും UK യിൽ തന്നെ ഇത് മുൻനിർത്തി പ്രകടനം നടത്താൻ ആലോചിക്കുന്നതായി സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലിവർപൂളിൽ തന്നെയുള്ള പല നേഴ്സിംഗ് ഹോമുകളിൽ ജോലി ചെയ്യുന്ന കുട്ടികളോടൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നിങ്ങൾ ജോലിക്ക് വരുമ്പം വളരെ സേഫ് ആണെങ്കിൽ വന്നാൽ മതി എന്ന് നേഴ്സിംഗ് ഹോമിൻ്റെ ആളുകൾ അധികൃതർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്തയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ പൊതുവിലൊരു മൈഗ്രൻ്റ് വിരുദ്ധ മനോഭാവമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പ്രത്യേകിച്ച് മലയാളികൾ ഇവിടെ ഒരിക്കലും ഇല്ലീഗലായി വന്ന ആളുകളല്ല. ഇവർ ഉദ്ദേശിക്കുന്ന കാറ്റഗറിയിൽ പെടുന്ന ആളുകളുമല്ല മലയാളികളെല്ലാം സർക്കാരിൻ്റെ അനുകൂലത്തോടുകൂടി നിയമാനുസൃതം ഇവിടുത്തെ ഹോം ഓഫീസ് വർക്ക് പെർമിറ്റ് കൊടുത്ത് വന്നേക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവിടുത്തെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഈ റേഷ്യലായി ചിന്തിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് തമ്മിൽ തിരിച്ചറിയാൻ ഇവർക്കറിയത്തില്ല. നമ്മൾ അസൈലം സീക്കേഴ്സ് ആണെന്നാണ് അവരും ചിന്തിക്കുന്നത്. നമ്മൾ അസൈലം സീക്കേഴ്സ് അല്ലെന്നും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സഹകരണത്തോടും കൂടിയും ഗവൺമെൻറ് എല്ലാ അനുവാദത്തോടും കൂടിയും ഈ രാജ്യത്തെ സേവിക്കുന്ന ജനവിഭാഗങ്ങളാണെന്നുള്ളത് ഇവിടുത്തെ ആളുകൾക്ക് പലർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളെ ഒരു സെയിം ബ്രഷ് ഉപയോഗിച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം
ഇവിടുത്തെ ഇംഗ്ലീഷുകാരിൽ വിവരമുള്ള ആൾക്കറിയാം നമ്മൾ ഇവിടെ വന്നിട്ട് ഈ നാടിനെ സേവിക്കുകയും ഈ നാടിൻ്റെ ടാക്സ് കൊടുക്കുകയും ഈ നാടിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണെന്ന്. എന്നോട് ഒരു പ്രായം ചെന്ന ഇംഗ്ലീഷുകാരൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ പോലീസിങ്ങിന് വേണ്ടി ഒരു പൈസ പോലും ചിലവിടാത്ത ആളുകളാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. കാരണം നമ്മളൊരു ക്രൈം ഇവിടെ ഉണ്ടാക്കുന്നില്ല. പോലീസിന് വേണ്ടി ആകെ ഇവിടുത്തെ മലയാളികൾ ചെയ്യുന്ന ക്രൈം എന്ന് പറഞ്ഞാൽ വളരെ റെയറായി വണ്ടി ഓടിച്ചെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നിയമം വയലേറ്റ് ചെയ്യുന്നു, അത് അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഉണ്ടാകുന്ന വളരെ അപൂർവം ക്രൈമുകളാണ് ഈ മലയാളി സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ സൊസൈറ്റിക്കെതിരെ ഉണ്ടാകുന്നുള്ളൂ. അല്ലാതെ ഇവിടെ മലയാളികൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനങ്ങളോ ഒന്നും ചെയ്യുന്നവരല്ല. പക്ഷേ നമ്മളെല്ലാം ഇവരെ ഈ സെയിം കണ്ണുകൊണ്ടാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. അതുകൊണ്ട് ലിവർപൂളിൽ തന്നെയാണെങ്കിലും ഇപ്പം പല സ്ഥലത്തും പ്രകടനങ്ങൾ നടത്താനുള്ള ആഹ്വാനമുണ്ട് എന്നാണ് അറിയുന്നത്. ഈ ആക്രമണത്തിൽ ഇപ്പോൾ തന്നെ 12 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, 16 ആളുകളെ ബെൽഫാസ്റ്റിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ലിവർപൂളിൽ നടന്ന പ്രകടനത്തിൽ ഈ ചില്ലെറിഞ്ഞ് പൊട്ടിച്ച, അതായത് റിച്ച്മണ്ട് ഹോട്ടലിൻ്റെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ച ആളുകളെ പോലീസ് അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ബെൽഫാസ്റ്റിലൊക്കെ പല ഈ സുഡാനിൽ നിന്ന് വന്നിട്ടുള്ള ഇങ്ങനെ അസൈലം സീക്കേഴ്സായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവിടുത്തെ റൈറ്റ് വിങ് പൊളിറ്റിക്സ് വളരെ ശക്തമായി നിൽക്കുകയാണ്. കാരണം നടന്ന ഇലക്ഷനിലെല്ലാം തന്നെ റിഫോം പാർട്ടി വളരെ ശക്തമായി മുമ്പോട്ട് വരുന്നു. അവർ ഈ റെഫ്യൂജികൾക്കെതിരാണ്. അവർ ഈ പറഞ്ഞ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകൾ, അതായത് ഈ അസൈലം സീക്കേഴ്സായിട്ട് വന്നിട്ടുള്ള ആളുകളെ മുഴുവൻ തന്നെ ഇവിടെ നിന്ന് പുറത്തു വിടണമെന്നും അതോടൊപ്പം തന്നെ അവരെ വളരെ ഒരു കാരണവശാലും ഇവിടെ നിലനിർത്താൻ സമ്മതിക്കരുതെന്നും പറയുന്ന രാഷ്ട്രീയത്തിന് വളരെ മുൻതൂക്കം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം നമ്മളാരും അസൈലം സീക്കേഴ്സ് അല്ല. പക്ഷേ ഇങ്ങനെ വന്നിട്ടുള്ള ആളുകളുണ്ട്, ഈ ബോട്ട് കടന്ന് ഇല്ലീഗലായിട്ട് ഫ്രാൻസിൽ നിന്ന് വന്ന് ഇല്ലീഗലായിട്ട് ബോട്ടിലൂടെ ഇംഗ്ലണ്ടിൽ വന്ന് അസൈലം സ്വീകരിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം ഹോട്ടലുകളിലൊക്കെയാണ് താമസിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ഹാഡി അലോഡി എന്ന് പറയുന്ന സുഡാനി, അദ്ദേഹം 2023 പാരീസിൽ നിന്ന് ഡബ്ലിനിൽ വന്നു, അയർലൻഡിൽ വന്നു, റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ വന്നു. അതിനുശേഷം അവിടെ നിന്നാണ് ബെൽഫാസ്റ്റിൽ ഇദ്ദേഹം വരുന്നത്. ബസ്സിന് ബെൽഫാസ്റ്റിൽ വരികയാണ് ഇത്. അവിടുന്ന് അദ്ദേഹം ഹോം ഓഫീസിൽ അപ്രോച്ച് ചെയ്ത് അവിടുന്ന് അദ്ദേഹത്തിന് 2023 മുതൽ 2028 വരെ അസൈലം ഗ്രാൻറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ യു കെയിൽ നിൽക്കാനുള്ള അസൈലം ഗ്രാൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സഡൻ പ്രൊവോക്കേഷൻ എന്താണെന്നോ, ഇയാൾ എന്തിനു വേണ്ടിയാണ് ഈ സ്റ്റീഫൻ ഒജിൽ വീസിനെ കുത്തിയതെന്നോ യാതൊരു പിടിയില്ല. എന്താണെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടന്നതെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി ബെൽഫാസ്റ്റിൽ ആളുകൾ ഭയരഹിതരായിട്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തെ നമ്മൾ മലയാളികൾ വളരെ ശ്രദ്ധയോടെ കാണുക. കാരണം കഴിയുന്നത്ര ഒറ്റപ്പെട്ട് നടക്കാതിരിക്കുക. അതുപോലെ തന്നെ പബ്ബിൻ്റെ അടുത്തൂടെ, പബ്ബുകളുള്ള സ്ഥലത്ത് വൈകുന്നേരങ്ങളിലൊന്നും പോയി ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് അവിടെയൊന്നും പോയി നിൽക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ബസ്സിലൊക്കെ ആണല്ലോ ഒരുപാട് രാത്രി താമസിച്ച് യാത്ര ചെയ്യാതിരിക്കുക. കഴിയുന്നത്ര കാറിൽ യാത്ര ചെയ്യുക. അങ്ങനെ ജോലിക്ക് പോകുമ്പോഴൊക്കെ കഴിയുന്നത്ര കാറിൽ പോകാൻ പറ്റുന്നവർ അത് പോവുക. അല്ലാത്ത സമയങ്ങളിൽ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇത്തരം 1-2 ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. പണ്ട് ഒരു പബ്ബിൻ്റെ മുമ്പിൽ രാത്രിയിൽ ഞാൻ വന്ന കാലത്ത് നിന്നപ്പം എന്നെ അവർ തെറി പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവരുടെ എല്ലാം ധാരണ നമ്മളെല്ലാം ഈ നാടിനെ തിന്നു മുടിക്കാൻ വേണ്ടി ഈ നാട്ടിൽ വന്ന് കിടക്കുന്നവരാണ്. അവരുടെ സർക്കാരിൻ്റെ ടാക്സ് ഉപയോഗിച്ച്, ജനങ്ങൾ കൊടുക്കുന്ന ടാക്സ് ഉപയോഗിച്ച് സർക്കാർ ഇവരെ തീറ്റിപ്പറ്റി വളർത്തുന്നവരാണ്. ഇവർ ഈ നാടിൻ്റെ ഞങ്ങളുടെ പൈസ മുഴുവൻ തിന്നു പിടിക്കുന്നവരാണ്. ഈ നാടിനെ മോശമാക്കുന്നവരാണ്. അതിനുപരി ഇസ്ലാമിക് ടെററിസം, ഇവർ ഈ പറയുന്ന ഇതിൻ്റെ പുറകിൽ ഇസ്ലാമിക് ടെററിസവും കൂടെ കൂടി ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. അതിലൂടെ ഇവിടുത്തെ സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു, ഇവിടുത്തെ ആളുകളെ കൊല്ലുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ വന്ന് ഇപ്പോൾ വളരെ കലിപ്പായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് അവരുള്ളത്. ഇവിടുത്തെ ഇംഗ്ലീഷ് സമൂഹം ഒരുപക്ഷെ പൊതുവിൽ ഇതിനു മുമ്പ് ഈ പറഞ്ഞ ഇസ്ലാമിനെ ഒന്നും അല്ലെങ്കിൽ മതപരമായിട്ടൊന്നും ഇതുപോലെ എതിർത്ത് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ സ്പീക്കേഴ്സ് കോർണറിലൊക്കെ പോയി കഴിഞ്ഞാൽ, ലണ്ടൻ സ്പീക്കേഴ്സ് കോർണറിലൊക്കെ അതിശക്തമായി ഇംഗ്ലീഷുകാർ തന്നെ മുഹമ്മദിനെയൊക്കെ അതിശക്തമായി വിമർശിക്കുകയും ഖുറാനെ എടുത്ത് അലക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ ഇസ്ലാമിക് ടെററിസ്റ്റിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണിത്. ഇദ്ദേഹത്തിനെതിരെയും അങ്ങനെ ഒരു ഇസ്ലാമിക് ടെററിസ്റ്റിൻ്റെ മനോഭാവത്തിലാണ് ആളുകൾ കാണുന്നത്. ഇത് പക്ഷേ ഒരു മീഡിയയും ഇദ്ദേഹം ഇസ്ലാമിക് ടെററിസ്റ്റാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടുത്തെ കടകളുടെ എല്ലാം മുമ്പിലൂടെ എഴുതി വച്ചിരിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്, ഗ്രാഫിറ്റികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഈ സമൂഹത്തിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ, പ്രത്യേകിച്ച് മലയാളി സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിച്ച് നടക്കുക. കാരണം നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്യുന്നില്ലെങ്കിലും നമ്മളെ ഇങ്ങോട്ട് ആളുകൾ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ട് കഴിയുന്നത്ര ശ്രദ്ധിച്ച് നടക്കുക. ഇത്തരം പ്രശ്നങ്ങളോട് നമ്മൾ വളരെ അവധാനതയോടെ കാണാനും അതോടൊപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ പോയി വീഴാതിരിക്കാനും ശ്രമിക്കുക. അതുമാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളിവിടെ സംഘടിത ശക്തിയല്ല എന്നുള്ളത് തിരിച്ചറിയുക. നമുക്കിതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള ശേഷിയില്ല. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് എത്രയും ഒതുങ്ങി ഒരു ആക്രമണത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാവുന്ന കരണീയമായ മാർഗ്ഗം. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് സ്കോട്ട്ലൻഡിലും ഇന്നലെ പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് UK മുഴുവൻ പടരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു. ടോം ജോസ് അടിയമ്പാട്.